ഞാൻ എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ആൻറ്റിയുടെ വീട്ടിലോട്ട് പോയി. ആൻറ്റി പറയുമ്പോൾ എൻ്റെ നൈബർ ആയിട്ടുള്ള വീടിൻ്റെ തൊട്ടടുത്തുള്ള ആൻറ്റി, അവൾ കൂടെ പഠിച്ചതാണ് അവരുടെ മക്കളൊക്കെ. അപ്പോൾ എന്നെ ഇങ്ങനെ മാറിയെന്ന് പറഞ്ഞിട്ട് അവൾ വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോയ സമയത്ത് അവിടുത്തെ ഗ്രാൻഡ് മദർ മുതലുള്ള എല്ലാ സ്ത്രീകൾക്കും അറിയേണ്ട ക്യൂരിയോസിറ്റി എങ്ങനെയാണ് എൻ്റെ സർജറി ചെയ്ത പാർട്ടിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര എനിക്ക് എന്താ പറയുക, എന്നിട്ട് കുളിക്കാൻ കയറുമ്പോൾ ഇവരൊക്കെ പിന്നാലെ വന്നിട്ട് കാണിക്കാൻ എന്നിട്ട് ഭയങ്കര ഞെട്ടിയായിരുന്നു. അവിടെ നാട്ടിൽ മൊത്തം അവിടെയുള്ളായിരുന്നു, അയ്യോ ഇത് നമ്മളെ പോലൊക്കെ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്, ഇത് എങ്ങനെ ആക്കിയെടുക്കുന്നു, ഇങ്ങനെ പറ്റുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡിസ്കഷനൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. ചേച്ചി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്കൂളിലെ ചിത്ര മാം, ആ ടീച്ചറാണ് എന്നെ ആദ്യമായിട്ട് ഞാൻ സർജറി ഒക്കെ ചെയ്തിട്ട് ആദ്യമായിട്ട് എന്നെ ഒരു തട്ടിൽ വളയും മാലയും കമ്മലൊക്കെ ആയിട്ട് എനിക്ക് എടുത്ത് തന്നിട്ട് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഒരു കാര്യം പറയുന്നത്, ജാസി ഒരു കാര്യത്തിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ലൈഫ് പാർട്ട്ണറിന്റെ കാര്യത്തിൽ കൊന്നു കളഞ്ഞാലും ജീവൻ പോകേണ്ടി വന്നാലും വിട്ടുകൊടുക്കുന്നില്ല. അത് സത്യം. എനിക്ക് സീസൺ 4 വരെ വല്ലാണ്ട് അത് ഉണ്ടായിരുന്നില്ല. 5 തൊട്ട് ഇങ്ങോട്ടേക്കാണ് ഈ മീഡിയ, ഓൺലൈൻ മീഡിയയുടെ ഒരു മൊബൈൽ സ്ക്രീൻ ഉണ്ട്. ഒരു മൊബൈൽ സ്ക്രീനിൻ്റെ അപ്പുറം ഇപ്പുറം നിന്ന് കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് കത്തിക്കാൻ പറ്റുന്ന, എയറിൽ കയറ്റാൻ പറ്റുന്ന ഒരു സെനാരിയോ ഇപ്പോൾ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഒരു നമ്മൾ മുന്നേയൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, വലിയ വലിയ സെലിബ്രിറ്റീസൊക്കെ എയർപോർട്ടിലും അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് മൈക്കുകളാണ് വരുന്നത്. അതെ, നീളമുള്ള നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയിലുള്ള ബ്രോഡ്കാസ്റ്റ് ചാനൽസിലുള്ള മൈക്കുകളാണ് വരുന്നത്. ഓൺലൈനിൽ വരുന്നില്ല. ഇത് അവർ പോയി എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അവരുടെ ഓൺ എയറിൽ വിടുന്നതിന് ഒരു സമയമുണ്ട്. ഇത് നമ്മളിവിടെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓൺ എയറിൽ കയറി അത് കംപ്ലീറ്റ് ആയിട്ട് ഇടില്ല. ഇവർക്ക് ഈ വ്യൂവർഷിപ്പും മോണിറ്ററി ബെനിഫിറ്റും കാരണം ഇവർ ഇതിന് വേണ്ടി ഭയങ്കരമായിട്ട് ബിസിനസ് ആക്കുന്നുണ്ട്. ഇതിനെ കുറേ അതിലൊരു ലഹരി കണ്ടെത്തിയിട്ട് അതിൽ ഏറി കയറാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ അതിനു വേണ്ടി പോയി നിന്ന് കൊടുത്ത് അത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതിന്റെ വേറൊരു സൈഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഡിഗ്നിറ്റി ഉണ്ട്. അതിന് നമ്മൾ അതിന്റെ മുന്നിൽ പണയം വെക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് ഈ വക സംഗതികൾ വരുമ്പോൾ ഓടുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അത് റിയാക്ട് ചെയ്തത് അവരുടെ ഇഷ്ടം. പക്ഷെ ഒരു എത്തിക്സ് ഉണ്ട്, പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്. മോർ ദാൻ ദാറ്റ് ഇവരാരും തന്നെ ജേർണലിസം പഠിച്ച് അതിന്റെ എത്തിക്സ് പഠിച്ച് വന്നവരല്ല. അതൊന്നും കുഴപ്പമില്ല, ഒന്നും പഠിച്ചിട്ട് വന്നവരല്ലെങ്കിലും. പക്ഷേ ചെയ്യുന്ന അന്നം വാങ്ങുന്ന ഒരു ജോലിയോടൊരു ആത്മാർത്ഥത കാണിക്കണ്ടേ? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ജീവിതം ഒരു കോൺട്രവേഴ്സിയിൽ ഇട്ട് കൊടുത്ത് എയറിൽ കയറ്റിയിട്ട് ആകരുത്. അതിപ്പോൾ ആരാണ് അതിൻ്റെ പിന്നിൽ, ആരാണ് ആ ചാനലിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ആരാണ് ആ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പിന്നിൽ എന്ന് ഒരാൾക്കും അറിയണമെന്നില്ല. ഇപ്പം നമ്മളെടുക്കുന്നത് ഏതിലാണ് വയ്ക്കുമ്പോൾ ഇന്ന ABC എന്ന് പറഞ്ഞൊരു ന്യൂസിൽ നിന്നാന്ന് പറയും, അല്ലെങ്കിൽ എന്നിട്ട് നോക്കുമ്പോൾ വരുന്നത് XYZ മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കണക്ഷനും ഇല്ലാത്ത സ്ഥലത്തൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവർക്ക് തന്നെ ഒരുപാട് ഇതിൻ്റെ കുറേ പേജസും കുറേ മോണിറ്ററി ബെനിഫിറ്റ് നേടാനുള്ളത്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദേ ഏൺസ് മണി. അതാണ് മെയിൻ കാര്യം. അതായത് ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഹേരിക ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ഇത് മൊത്തം കണ്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോഴും ഞാൻ ചോദിക്കട്ടെ, താങ്കളൊരു ജേർണലിസ്റ്റ് ആണ്, അപ്പോൾ ജേർണലിസ്റ്റ് പ്രൊഫഷനാണ്, പഠിച്ചതും ചെയ്യുന്നു, ഇപ്പൊ ചെയ്യുന്നത് എങ്കിലും ടീച്ചിങ് ആണ്, ഐ മീൻ ലെക്ചറാണ്. ഇനി അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ്. ഒരു പക്ഷേ ഒരുപാട് ഈ പറഞ്ഞ മോണിറ്ററി ബെനിഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ ഒരുപാട് ഫെയിം ഒക്കെ ആകുമെന്നുണ്ടായിട്ടും താങ്കൾ ജേർണലിസ്റ്റും എടുക്കാതെ ഈ പഠിപ്പിക്കാൻ പോകുന്നത് ഇത് പേടിച്ചിട്ടാണോ? അതായത് എത്തിക്സ് ഇല്ലാതെ വർക്ക് ചെയ്യേണ്ടി വരും എന്ന് പേടിച്ചിട്ടാണോ? സമാധാനം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സമാധാനമാണ് വലുത്. എനിക്കിങ്ങനെ ഷിഫ്റ്റുകൾ മാറി ജോലി ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് ജേർണലിസ്റ്റ് എടുത്തത് പഠിപ്പിക്കണമെന്ന ഉദ്ദേശത്തിലായിരുന്നു. അല്ല, പഠിപ്പിക്കണമെന്ന ഉദ്ദേശത്തിൽ എനിക്ക് എന്ത് കോഴ്സ് എടുക്കുകയാണെങ്കിലും BA ഫങ്ഷണൽ ഇംഗ്ലീഷ് ജേർണലിസ്റ്റ് ആയിരുന്നു. അപ്പം ഇംഗ്ലീഷിൻ്റെ ഹയർ സ്റ്റഡീസ് എടുക്കുന്നതിന് പോലെ തന്നെ ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ചെയ്യണം എന്നായിരുന്നു. പക്ഷേ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഇപ്പോൾ റെഗുലർ കോഴ്സിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ചെയ്യണമെന്നാണ്. അപ്പോൾ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ നല്ല മാർക്കോടുകൂടി പാസ്സായി. ആ വാർത്ത പത്രത്തിൽ വന്നപ്പോൾ ഞാൻ ഇന്റേൺഷിപ്പിൽ പോയ ചാനലിൽ നിന്ന് എനിക്ക് ഫോർച്ചുനേറ്റ്ലി ജോബ് കിട്ടി. അങ്ങനെ ആ ട്രാക്കിലേക്ക് എത്തിയതാണ്. ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് അങ്ങനെ ഒന്നുമല്ല. പക്ഷെ മാനിഫെസ്റ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ ഈ നെറ്റും JRF ഒക്കെ എഴുതി ക്രാക്ക് ചെയ്യുക എന്നുള്ളത് അത് ഭയങ്കര കഷ്ടപ്പാടാണ് എഴുതി പാസ്സാവുന്നത്. അത് ശ്രമിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ടീച്ചിങ് എന്നത് എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമല്ല. ഞാൻ എന്നിലെ ഒരു സ്ത്രീനെ ഞാൻ മനസ്സിലാക്കിയ സമയം തൊട്ടിട്ട് ഇനിയിപ്പോൾ ഇന്നും കൂടെ എൻ്റെ അടുത്ത് എപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത് വെച്ചിട്ട് എനിക്ക് മെസ്സേജ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സ്കൂളിലെ ചിത്ര മാം, ആ ടീച്ചറാണ് എന്നെ ആദ്യമായിട്ട് ഞാൻ സർജറി ഒക്കെ ചെയ്തിട്ട് ആദ്യമായിട്ട് എന്നെ ഒരു തട്ടിൽ വളയും മാലയും കമ്മലൊക്കെ ആയിട്ട് എനിക്ക് എടുത്ത് തന്നിട്ട് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാണുമ്പോൾ ആ ടീച്ചർ ലീഡ് ചെയ്യുന്നൊരു ഹാപ്പി ലൈഫുണ്ട്, പീസ്ഫുൾ ലൈഫുണ്ട്. അവരുടെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ട്യൂഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് 10th പഠിക്കുന്ന സമയത്ത് ടീച്ചർ വീട്ടിൽ പോയിട്ട് നമ്മൾ നിൽക്കും, പഠിപ്പിക്കും. അപ്പം ആ സമയത്ത് കാണുന്ന ഒരു റുട്ടീൻ ഉണ്ട്, അതിൽ ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു. കാരണം രാവിലെ എഴുന്നേൽക്കുന്നു,
വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, അമ്മൂനെ ടീച്ചർ മോളെ ഭയങ്കരമായിട്ട് അപ്ബ്രിങ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ടീച്ചറും അവളും കൂടി സ്കൂളിൽ പോകുന്നു. സ്കൂളിൽ വന്നാൽ ഭയങ്കര ഒരു ഹാപ്പി സ്പേസ്, അല്ലെങ്കിൽ ആ ഒരു ഹാപ്പണിങ് സ്പേസാണ്. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ച് വന്ന് ട്യൂഷൻ പിള്ളേർ വരുന്നു, കാര്യങ്ങൾ നോക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു. ആൻഡ് ഭയങ്കര ടേസ്റ്റാണ് ടീച്ചർ ഫുഡിന്. അപ്പോൾ ഇതൊക്കെ ഒരു ഭയങ്കര, ഞാൻ എന്നൊരു സ്ത്രീ കണ്ട ഐഡിയലായിട്ട് ഞാൻ കണ്ടിരുന്ന അന്നതായിരുന്നു. എനിക്ക് അതാണ് അതിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം. അങ്ങനെ സാരി എടുക്കുന്നു, ഡിഫറെൻറ്റ് സാരി എടുക്കുന്നു. ആ ഒരു സംഭവത്തിനോടുള്ള ഒരു ഫാസിനേഷൻ ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിലേക്കായിരിക്കും ടീച്ചിങ് എന്ന് പറഞ്ഞൊരു പ്രൊഫഷനിലേക്ക് എത്തിക്കുന്നുണ്ടാവുക. പിന്നെ എനിക്കിഷ്ടമാണ് പൊതു അറിവുകൾ അങ്ങോട്ട് പങ്കുവെക്കാനും ഇങ്ങോട്ടേക്ക് ഒരു ഇന്ററാക്ഷൻ. നിങ്ങൾ നല്ല ടീച്ചർ ആയിരിക്കാമെന്ന് പ്രതീക്ഷിക്കാം. ആവട്ടെ, ആഗ്രഹിക്കുന്നുണ്ടാകണം എന്ന് കുട്ടികളോട് ചോദിച്ചാൽ എന്താ പറയുമോ എന്താ പറയുക. ഇപ്പോഴത്തെ പിള്ളേരെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം അപ്ഗ്രേഡഡ് ആയിരിക്കണം, സ്പെഷ്യൽ പ്രാക്ടീസ് ഭയങ്കര അപ്ഗ്രേഡഡ് ആയിരിക്കണം. പിന്നെ അവർക്ക് സോഴ്സ് ഭയങ്കര ഈസി ആണല്ലോ. ജസ്റ്റ് ChatGPT-നോടും AI ടൂൾസിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്നെല്ലാം ക്ലിയർ, അവർക്ക് കറക്റ്റ് ചെയ്ത് പോകാനും അവർക്ക് അറിയാനും പറ്റും. അപ്പം നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പല രീതിയിലും പിള്ളേർ ടീച്ചർമാരെ വെള്ളം കുടിപ്പിക്കാന്ന് പിള്ളേർക്ക് ഒരു ഹാരമായിരിക്കും. തീർച്ചയായിട്ടും പണ്ടും അന്നെന്ന് വെച്ചാൽ പിള്ളേർക്ക് വായനയുടെ കുറവുണ്ടായിരിക്കും. ടീച്ചർ വായിക്കുന്ന അത്രയും തന്നെ ഒരു പക്ഷേ എല്ലാ കുട്ടികളും വായിക്കണമെന്നില്ല. പക്ഷെ ഇപ്പം വായന കുറവാണ്. അത് കാരണം ആ ഒരു ആംഗിളിൽ വായന കൂട്ടി, റിസോഴ്സ് കൂട്ടി, നമ്മൾ ഒരുപാട് പുസ്തകം വായിച്ച് നമ്മൾ അറിവിനെ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പിള്ളേർ AI വെച്ചിട്ട് നമ്മളെടുത്ത് എന്തെങ്കിലും എന്താ പറയുക ഒരു കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ ക്ലിയർ ചെയ്ത് വിടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ. ഇപ്പം നമ്മൾ ഇപ്പോൾ മൊത്തം പൊതുവിൽ പഠിത്തമുള്ള ഒരാളാണ്, ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്ന ഒരാളാണ് ഹേരിയെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മൊബൈൽ ഫോണിനകത്താണ് അല്ലേ. മൊബൈൽ ഫോൺ അതുപോലെ മീഡിയസിനകത്താണ്, മെയിൻലി മീഡിയയാണ്. അപ്പോൾ ഇന്ന് സെലിബ്രിറ്റീസിന് പൊതുവെ ഇൻ്റർവ്യൂവിന് വരാൻ പേടിയാണ്. ബിക്കോസ് സാറ്റലൈറ്റ് ചാനലുകളുടെ ആ ഒരു റേഷ്യോ കുറയുകയും ഡിജിറ്റൽ മീഡിയയുടെ റേഷ്യോ കൂടുകയും ചെയ്തൊരു കാലമാണ്. ആർക്കും ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും ഒരു മീഡിയ ആവുന്നൊരവസ്ഥ. ഇപ്പൊ തന്നെ ഞാൻ ഈ നമ്മുടെ കല്യാണത്തിന് വന്നപ്പോൾ, നതാഷയുടെ കല്യാണത്തിന് വന്നപ്പോൾ ഞാൻ അവിടെ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആയിരുന്നു. അത് ഞാൻ നോക്കാതെ ഇതുപോലുള്ള ഓരോ സ്റ്റാൻഡിലും തൂക്കിയിട്ടിട്ടുണ്ട്. ക്യാമറാസ് നോട്ട് അലൗഡഡ് ഹിയർ, ക്യാമറ പേഴ്സൺസ് നോട്ട് അലൗഡഡ്, പുറത്തുനിന്നുള്ളവർ അലൗഡഡ് അല്ല. ബൗൺസേഴ്സിന് അതിന് വേണ്ടി ഞാൻ ആദ്യം വിചാരിച്ച സെലിബ്രിറ്റികളെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അത് ആരുടെ ഐഡിയ ആയിരുന്നു? കല്യാണം തോന്നിയിരുന്നത് ഫുൾ ഓർഗനൈസിങ് എന്റെയും ശ്രുതിയുടെയും. കാരണം നല്ല തണ്ടാതടി ഘടാഘടിയന്മാരായിട്ടുള്ള ബൗൺസേഴ്സ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഇതെന്താ ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ബൗൺസേഴ്സ് ആയോ, അപ്പൊ നമുക്കൊന്നും ബൗൺസേഴ്സ് ഇല്ലല്ലോ, ഞാൻ അങ്ങനെ ചിന്തിച്ചത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് മറ്റവന്മാരെ തടയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അവിടെ ഇവരെ നിർത്തിയത്. അപ്പോൾ നിങ്ങൾ പോലും ഭയക്കുന്നു അവരെ. ബിക്കോസ് ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കോൺട്രവേഴ്സി, ജാനുവായിട്ടുള്ള കോൺട്രവേഴ്സി, ജാസി ആയിട്ടുള്ള കോൺട്രവേഴ്സി, ഹെലൻ ഓഫ് സ്പാർട്ടയുള്ള കോൺട്രവേഴ്സി, ഇതെല്ലാം അവർ പറഞ്ഞൊരു വേർഡിന്റെ പേര് കട്ട് ചെയ്ത്, അതായത് അത്രയും മനോഹരമായ ഒരു ചടങ്ങിൽ നിങ്ങൾ മാക്സിമം അവർ അലോ ചെയ്തില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് 3 മണിക്കാണ്. നിങ്ങളുടെ പാട്ടും ഡാൻസും ഒക്കെ എൻജോയ് ചെയ്ത് എനിക്ക് വേറെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് മനസ്സോടുകൂടിയാണ് ഞാനും ശൈത്യം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഇവരെ പേടിച്ച് ഒളിച്ചാണ് ഞങ്ങൾ ഇറങ്ങി ഓടിയത്. എന്നിട്ട് ഞങ്ങളുടെ കാറിന്റെ വാതിക്കൊന്ന് തടഞ്ഞവർ, ഞങ്ങൾ പറഞ്ഞില്ല ഒന്നും തരത്തില്ലാന്ന് പറഞ്ഞാൽ ഓടുക ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് ഈ മറ്റു ടീമുകൾ, അത് ജാനുവിൻ്റെയും ഈ ജാസിയുടെ ഒക്കെ ഇന്റർവ്യൂ, അതുപോലെ ബൈക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ പോയിട്ടുണ്ട്. നിങ്ങളുടെ എന്തോ ഭാഗ്യത്തിന് അവരങ്ങോട്ട് കത്തിച്ചില്ല. പക്ഷേ ജാനുവിൻ്റെ ഒക്കെ നല്ല രീതിയിൽ കത്തിച്ചു വിട്ടു. അത് പറയാത്ത കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു സാധനത്തിന് നിങ്ങൾക്ക് പേടിച്ചിട്ടൊരു മൂവി റിവ്യൂ പോലും പറയാൻ പറ്റാത്ത അവസ്ഥ. ഒരു തിയേറ്ററിൽ ഇപ്പോൾ വനിതാ വിനീതിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെ നിങ്ങൾ പോകും? അല്ലെങ്കിൽ ഞാൻ എന്നെ പോലെ ഇപ്പോൾ ഞാൻ വലിയ സെലിബ്രിറ്റി, ഇപ്പോൾ പറഞ്ഞാൽ ബിഗ് ബോസ് താരമായ ആൾക്കാർ കൂടും, ഞാൻ മുഖത്ത് നോക്കി പറയാം നീ എന്തുവാടാ ഇവിടുത്തെ ചോദ്യം എടുത്ത് ഇവിടുത്തെ കോപ്പിലെ ചോദ്യം ചോദിച്ചത് ഞാൻ ചോദിക്കും. എല്ലാ സെലിബ്രിറ്റീസിനും അത് ചോദിക്കാൻ പറ്റണമെന്നില്ല. മിക്കവരും ഒന്നും പറയാനില്ല, പ്ലീസ് ഞങ്ങൾ അങ്ങനെ പോകും. സത്യത്തിൽ ശ്വാസം മുട്ടിക്കുകയല്ലേ. ഒരു ജേർണലിസം പഠിച്ചിരുന്ന വ്യക്തി എന്ന നിലയിലും ഈ സമൂഹത്തെ നോക്കിക്കാണുന്ന വ്യക്തി എന്താണ് ഇത് ശരിക്കും ഇത് നിർത്താൻ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ എന്താ ഉള്ളത്? ഇതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ല. നമുക്കത് താല്പര്യമില്ലെങ്കിൽ നമ്മൾ അതിനെ വല്ലാണ്ട് എന്റർടൈൻ ചെയ്യിക്കരുത്. അതിനെ എന്റർടൈൻ ചെയ്യിച്ചിട്ട് അതിലൂടെ ഭയങ്കരമായിട്ട് ജീവിതം കൊണ്ടുപോകുന്ന ഒത്തിരി പേരുണ്ട്. അതിലിങ്ങനെ പറഞ്ഞ് ആ കോൺട്രവേഴ്സി നടന്നു, അപ്പൊ അതിന്റെ ഇരയാകുന്ന നമ്മളെ പോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരല്ലേ. എത്ര പേരാണ് സൂയിസൈഡ് ചെയ്യുന്നത്? എത്രയോ ആൾക്കാർ സൂയിസൈഡ് ചെയ്തു. അതായത് ഈ സൈബർ ബുള്ളിങ് കാരണം. അതൊക്കെ ഉണ്ട്. സൈബർ ബുള്ളിങ് ഭയങ്കര പ്രശ്നമുള്ള കാര്യം. ഞാൻ ഈ അടുത്ത് അനുമോള് മത്സരിക്കുന്ന സമയത്ത് അഹാനയുടെ അടുത്ത് ചോദിച്ചു അനുമോളെ കുറിച്ച് എന്താ അഭിപ്രായം. അഹാനയ്ക്ക് അറിയത്തില്ല അനുമോളെ. അയ്യോ ആ ചേച്ചി എൻ്റെ കൂടെ സിനിമയിൽ അഭിനയിച്ചു, ആ ചേച്ചി ബിഗ് ബോസിൽ പോയോന്ന്. അപ്പം അനു ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുന്നേ തന്നെ ബിഗ് ബോസിൽ പോയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. അപ്പം ഇവർക്കൊന്നും അറിയില്ല. ഇതിന്റെ താഴെ എൻ്റെ പൊന്നോ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അഹാനേനെ വലിച്ചേറുകയാണ്.
ഈ സംഭവം കാണുന്നത്. അപ്പൊ ഈ മീഡിയ ഈ ഒരു യൂണിവേഴ്സിനകത്ത് ഒരു പ്രത്യേകതരം യൂണിവേഴ്സ്, ഈ യൂണിവേഴ്സിനകത്ത് എൻട്രി കിട്ടിയിട്ട് അതിൽ ഹരം കാണുന്ന ഒത്തിരി പേരുണ്ട്. അതിൽ ആ ആൾക്കാരെ അവരുടെ ഇഷ്ടം അവർ ഇതാക്കുക, നമുക്കതിനോട് താല്പര്യമില്ലെങ്കിൽ നമ്മളതിനെ എന്റർടൈൻ ചെയ്യിക്കേ വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അതിലധികം മുഖം കൊടുക്കാതെ പോകുന്ന ആളാണ്. കല്യാണത്തിന്റെ സമയത്ത് ഗേറ്റിന് വെളിയിലായിരിക്കണം എന്ന് പറഞ്ഞു, പക്ഷെ എന്നാലും ബൗൺസേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ ഇവന്മാർ കയറി അകത്ത് വരുവരും, എന്നിട്ട് വീണ്ടും ഓടിച്ചു വിടും. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാലും അവർക്ക് വേണ്ട സംഭവം അവർ കിട്ടി. അപ്പൊ ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നുണ്ട്. നതാഷയുടെ കല്യാണം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹെയ്ദിയുടെ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്, ഇവിടെ ഇന്ന ഗസ്റ്റുകൾ വരും, ഇവരെടുത്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് ചോദിക്കാം. ആക്ച്വലി അന്ന് ഹെലൻ ഓസ്പാർട്ട കല്യാണം ഇൻവിറ്റേഷൻ ഉണ്ടായിട്ട് കല്യാണം വരേണ്ട ആളായിരുന്നു. മനസ്സിലായോ? കല്യാണത്തിന് ഇൻവിറ്റേഷൻ ഉണ്ടാവുകയില്ലായിരുന്നു. ഇങ്ങനെ ഒന്ന് അവിടെ സംസാരിച്ച് ക്ലിയർ ചെയ്ത് പോയിരുന്നു ഒരു പക്ഷെ ഇത് ഈ ആൾക്കാർക്ക് അറിയാം എവിടെ എങ്ങനെ ഈ ബിഹൈൻഡ് സ്ക്രീനിന്റെ ഇപ്പുറം നിൽക്കുന്ന ആൾക്കാർ, അവർക്കറിയാം നന്നായിട്ട് ഈ ക്യാമറയുടെ അപ്പുറത്ത് നിൽക്കുന്ന എന്തൊക്കെ പിടിച്ചിട്ട് എന്തൊക്കെ കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്നാൽ കയറി കത്തും എന്നുള്ളത്. കാരണം വ്യൂവർഷിപ്പാണ് ഭയങ്കര വേണ്ട കാര്യം. അത് കാരണം നല്ല രീതിയിൽ പിന്നെ അവരതിനെ കുറിച്ച് ലീസ്റ്റ് ബോധേടാ, എന്താണ് ഏതാണെന്നുള്ള ലീസ്റ്റ് ബോധേടാ. ഓപ്പോസിറ്റ് നിൽക്കുന്ന അവർ തമ്മിൽ വലിയൊരു അടി നടക്കും, വലിയൊരു പ്രശ്നം നടക്കും, അതൊന്നും അറിയണ്ട. ആവശ്യമില്ല. അപ്പൊ ഇവർക്കൊരു ചിലപ്പം വലിയൊരു മെയിൻ യൂട്യൂബ് ചാനൽ ഉണ്ടാവും. അപ്പൊ അതിൽ വെച്ചിട്ട് ഈ ഒരു കോൺട്രവേഴ്സിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇത്രയും ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ എടുത്താൽ ഈ ഇന്റർവ്യൂവിന്റെ മോണിറ്ററി ബെനിഫിറ്റ്, ഈ എയറിൽ കയറ്റി ഈ കത്തിച്ച സംഗതി എല്ലാം കൂടിയിട്ടുള്ള പൈസ ഒരു വലിയ എമൗണ്ട് വരും അക്കൗണ്ടിലേക്ക് മാസം. അവസാനം 21-22 തീയതി ഒക്കെ ആകുമ്പോഴത്തേനും $US കൺവേർട്ട് ആയിട്ട് നമ്മൾ അക്കൗണ്ടിലേക്ക്. അതെ, ഇതാണ് സംഭവിക്കുന്നത്. ഇതിന് എനിക്ക് പറയാനുള്ളത്, ഇരയാക്കപ്പെടുന്നവരുടെ മാനസികാവസ്ഥ എന്താണ്? ഇവരൊക്കെ മരിച്ചാലും ഇവരുടെ ഈ മനസ്സൊന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഓപ്പോസിറ്റ് വേറെ ആരും ഞാൻ എടുക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയാം, നമ്മുടെ രേണുസുതി ഞങ്ങളുടെ കൂടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നതാണ്. രേണുസുതി എൻ്റെ അടുത്ത ഫ്രണ്ട്, സുഹൃത്താണ്. അവൾ ഇതിന് വരുന്നതിന് മുമ്പ് ഒരുപാട് ബുള്ളിങ് അനുഭവിച്ചൊരു വ്യക്തിയാണ് രേണുസുതി. പക്ഷെ മരിച്ചില്ല. അവള് ഫൈറ്റ് ചെയ്തു. ഷീ ഫൈറ്റ് ബാക്ക് എന്ന് വെച്ചാൽ സൈലന്റ് ആയിട്ട്. വളരെ അപൂർവമായിട്ടാണ് 1-2 യൂട്യൂബ് ബ്ലോഗർമാർക്ക് കേസ് കൊടുത്തത്. എന്നിട്ട് അവൾക്ക് പോലീസ് സ്റ്റേഷനിൽ അവമാനം നേരിട്ട വ്യക്തിയാണ്. അതും തള്ളി അവള് ലാലേട്ടന്റെ കൈ പിടിച്ച് ബിഗ് ബോസിൽ കയറി 35 ഡേയ്സ് അവിടെ സ്റ്റേ ചെയ്തു. അതിൽ വാക്കൗട്ട് ചെയ്യുക, അതും എവിക്ഷൻ ആയില്ല. ചരിത്രത്തിൽ തന്നെ എവിക്ഷൻ ആകാത്ത വാക്കൗട്ട് ചെയ്ത വ്യക്തി ഒരാളാണ് രേണുസുതിയാണ്. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ലാലേട്ടനെ കൈപിടിച്ച് ഇറങ്ങി പോവുക ചെയ്തത്. ലാലേട്ടനെ ഇറക്കി വിടുവല്ല ചെയ്തത്. ജനങ്ങൾക്ക് അപ്പോഴും ലാലേട്ടൻ പതുക്കെ ചോദിക്കുന്നുണ്ട്, രേണു വോട്ടുണ്ട്, രേണു ഒന്നുകൂടെ ആലോചിക്കാം, എന്റെ പൊന്നു ലാലേട്ടൻ എന്നെ കൊണ്ടുപോകാനാണ് രേണു പറയുന്നത്. അപ്പോൾ ആ വ്യക്തി അത്രയും സക്സസ് ആയിട്ട് ഇവിടെ നിൽക്കുന്നു. പക്ഷെ അതിനവർക്ക് അഭൂതപൂർവമായ കഴിവുണ്ട്. അത്രയും മനക്കെട്ടി എല്ലാവർക്കും ഇല്ല. സ്ട്രോങ് ആണ്. എത്രയോ ആൾക്കാർ യൂട്യൂബ് ചാനൽ പൂട്ടി നിർത്തിപ്പോയി. ചാനലിൽ അവർ ഈ പറയുന്ന പോലെ ഈ എല്ലാവരും പറയുന്ന ഡിപ്രഷൻ അതൊരു പേസ് ആണത്. അത് ആൾക്കാർ പറയുന്ന പോലെ അത് 2 ദിവസം പുറത്തിറങ്ങി പാർക്കിൽ പോയി കഴിയുമ്പോൾ പോകുന്നൊരു സാധനം അല്ലല്ലോ. അപ്പൊ ഇതിനൊക്കെ എതിരെ പ്രതികരിക്കണ്ടേ? നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ പ്രതികരിക്കാത്ത എന്ത്? ഞാൻ പ്രതികരിച്ച് ഇങ്ങനെ എനിക്ക് പിന്നെ വേറെ തീർന്നിട്ടില്ല. വേറൊരാളുടെ കൂടെ കാര്യം കാണുന്നത്, നിങ്ങൾ തന്നെ കമ്പ്യൂട്ടറിലുള്ള ആളാണ്. പുള്ളിയാണെങ്കിൽ ഏറില്ല ഫുൾ ടൈം. ഒരു പാവം സുന്ദരി എന്ന് പറഞ്ഞാൽ കൊടും സുന്ദരിയാ. ഒരു കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്നു ജാസി. എന്താണ് അവരുമായിട്ടുള്ള പ്രശ്നം? അല്ല, ജാസിയായിട്ട് ഞാൻ കോൺഫ്ലിക്റ്റ് ക്ലിയർ ചെയ്തു. ഞാനത് ചോദിക്കട്ടെ, സ്വാഭാവികമായിട്ടും ഒരു ട്രാൻസ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സ്ത്രീ ശരീരത്തിൽ പുരുഷൻ, അല്ലെങ്കിൽ പുരുഷ ശരീരത്തിൽ സ്ത്രീ, ആ സത്വം തിരിച്ചറിഞ്ഞ് അതിലേക്ക് മാറാൻ അദമ്യമായി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഓൾമോസ്റ്റ്, അല്ലേ? ഇല്ലെങ്കിൽ ഗേ, ലെസ്ബിയൻ, വാട്ടവർ. പക്ഷേ ഇപ്പോൾ ജാസിയെ സംബന്ധിച്ചിടത്തോളം ജാസി സ്ത്രീയായിട്ട് അവരുടെ ഡാൻസ്, നിങ്ങൾ കളിച്ച ഡാൻസ് ഒക്കെ എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു അവർ കളിച്ചത്. യവന സുന്ദരിമാർ ഡാൻസ് കളിക്കുന്ന പോലെ തന്നെ നല്ല സൗണ്ടാണ്, നല്ല സുന്ദരിയാണ്. ഇങ്ങനെ പാൽ വെണ്ണ തൊട്ടെടുക്കുന്ന പോലത്തെ ഒരു ടെക്സ്ചറാണ് അവരുടെ. അതൊക്കെ അവർക്ക് ദൈവം കൊടുത്തതാണ്. അവർ സ്ത്രീയായി മാറാൻ ആഗ്രഹിക്കുന്നു, സാരി ഉടുക്കുന്നു, ഡാൻസ് കളിക്കുന്നു. അവർ സർജറി ചെയ്യുന്നു പറഞ്ഞൊരു വാർത്തകൾ വരുന്നു. അവർ ഓൾറെഡി നടിയായിട്ട് ഒരുപാട് ആൽബങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അഭിനയിച്ച് തകർക്കുന്നുണ്ട്. ഐ മീൻ അവരുടെ തന്നെ ചാനലിൽ അവരുടെ പാർട്ണറുമായിട്ട് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ കൊളാബ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ അവർ പലതും അഭിനയിക്കും. ഈ ജാസി സർജറി ചെയ്തത് മാത്രം ഫേക്കാണ്, അല്ലെങ്കിൽ കള്ളത്തരമാണ്, മറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് അവരെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇത്? അവരുടെ സർജറിക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? അല്ല, അവര് ഈ ലൈം ലൈറ്റിനകത്ത് നിൽക്കുന്ന ഒരാളാണ്. അതായത് ഈ ഒരു യൂണിവേഴ്സിന്റെ എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന ആളാണ്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. ആൾക്കാർക്ക് അതിനെ കുറിച്ച് അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ടാവും. നമ്മളെടുത്ത് നമ്മൾ ഇതിലൊന്നുമില്ലാതെ വളരെ പേഴ്സണലായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ആൻറ്റിയുടെ വീട്ടിലോട്ട് പോയി. ആൻറ്റി പറയുമ്പോൾ എൻ്റെ നൈബർ ആയിട്ടുള്ള വീടിൻ്റെ തൊട്ടടുത്തുള്ള ആൻറ്റി, അവൾ കൂടെ പഠിച്ചതാണ് അവരുടെ മക്കളൊക്കെ. അപ്പോൾ എന്നെ ഇങ്ങനെ മാറി എന്ന് പറഞ്ഞിട്ട് അവൾ വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോയ സമയത്ത് അവിടുത്തെ ഗ്രാൻഡ് മദർ മുതലുള്ള എല്ലാ സ്ത്രീകൾക്കും അറിയേണ്ടത് ക്യൂരിയോസിറ്റി, എങ്ങനെയാണ് എൻ്റെ സർജറി ചെയ്ത പാർട്ടിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കര എനിക്ക് എന്താ പറയുക, എന്നിട്ട് കുളിക്കാൻ കയറുമ്പോൾ ഇവരൊക്കെ പിന്നാലെ വന്നിട്ട് കാണിക്കുക എന്നിട്ട് ഭയങ്കര ഞെട്ടിയായിരുന്നു. അവിടെ നാട്ടിൽ മൊത്തം ഐ മീൻ അവിടെ എല്ലായിരുന്നു അയ്യോ ഇത് നമ്മളെ പോലൊക്കെ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്, ഇത് എങ്ങനെ ആക്കിയെടുക്കുന്നു, ഇങ്ങനെ പറ്റുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡിസ്കഷനൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വേറൊരു ഹസ്ന എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കസിൻ ഉണ്ട്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയണം, നീ എന്തിനാണ് അത് കാണിക്കാൻ നിന്നത്, നീ എന്തിനാണ് അത് ചെയ്യാൻ നിൽക്കുന്നത്, അത് നിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിൻ്റെ പ്രൈവസിയാണ്. അവരെത്ര ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ആ ക്യൂരിയോസിറ്റി വെച്ചിരിക്കട്ടെ, നീ നിൻ്റെ സെൽഫ് റെസ്പെക്റ്റ് വിട്ടു കൊടുത്തിട്ട് അതിനെ ചെയ്യാൻ നിൽക്കരുതായിരുന്നു പറഞ്ഞു. അപ്പം ഇത് ഞാൻ ഈ യൂണിവേഴ്സിലേ ഇല്ല, ഞാനൊരു സർജറി ലോകത്തെ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോയി ചെയ്ത ആളൊന്നുമല്ല, ആരും അറിയാതെ പോയി ജീവിച്ച സമയമാണ്. അന്നുണ്ടായ ഒരു സംഭവം ഇതാണ്. സോ മനുഷ്യന്മാർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും ഒരു ട്രാൻസ് എന്ന് പറഞ്ഞ ആളുടെ ബോഡി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ ക്യൂരിയോസിറ്റി തന്നെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള, ഇത്രയും റീച്ചിൽ നിൽക്കുന്ന, ഇത്രയും മില്യൺ അടിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തും ഉണ്ടാകുന്നത്. അപ്പം എനിക്ക് ജാസിയുടെ കാര്യത്തിൽ എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളത്, ജാസി ഒരു കാര്യത്തിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ലൈഫ് പാർട്ട്ണറിന്റെ കാര്യത്തിൽ കൊന്നു കളഞ്ഞാലും ജീവൻ പോകേണ്ടി വന്നാലും വിട്ടുകൊടുക്കുന്നില്ല. അത് സത്യം. ഞാൻ അത് ആലോചിക്കുന്നു, ആരൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ എൻ്റെ പാർട്ട്ണറാണ്, ആളുടെ ജെൻഡർ എന്താവട്ടെ, സെക്ഷുവാലിറ്റി എന്താവട്ടെ, രൂപം എന്താവട്ടെ, പ്രൊഫഷൻ എന്താവട്ടെ, ഒന്നും എനിക്കറിയണ്ട. എന്നെ കൊന്നു കഴിഞ്ഞിട്ട് വേണം ഞാനും ആ വ്യക്തി നമ്മളുടെ അതൊന്നും ആലോചിച്ച് നോക്കി. അങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത് ജെൻഡർ വ്യക്തിക്ക് അങ്ങനത്തെ ഒരു പാർട്ട്ണർ കിട്ടില്ല. നമ്മളൊക്കെ ഭയങ്കര ഇൻസെക്യൂർഡ് ആവുന്ന പോലെ പോയിന്റ് ഉണ്ടാവും റിലേഷൻഷിപ്പിൽ. അതിന്റെ പുറത്താണ് നമുക്ക് ഡിപ്രഷനും ആൻസൈറ്റിയും പാനിക് അറ്റാക്കും ബാക്കിയുള്ള എല്ലാ സംഗതികളും വരുന്നത്. ഇതുപോലെ നമ്മളെ ചേർത്ത് നിർത്താൻ ഒരാളുണ്ടെങ്കിൽ, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പേടിക്കേണ്ടത്? ആ കാര്യത്തിൽ ജാസി ബ്ലെസ്ഡ് ആണ്, വേറെ ഒന്നും പറയാനില്ല. ജസ്റ്റ് ലൈഫ് ദി എൻറ്റയർ എന്തോ ആയിക്കോട്ടെ, ഇങ്ങനൊരു പാർട്ട്ണർ, ആഷി എന്ന് പറഞ്ഞൊരു പാർട്ട്ണർ ഉള്ളതുകൊണ്ട് ആ വ്യക്തി ഭയങ്കര ബ്ലെസ്ഡ്. ഞാൻ വരെ പല സമയത്തും എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. ജാസിയുടെ പല കാര്യങ്ങളും ഞങ്ങൾ വഴക്കുണ്ടായിട്ടുണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്, വലിയ വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഭാഗത്ത് നിന്ന് കുറേ വന്ന മിസ്റ്റേക്കിൽ എൻ്റെ ഫ്രണ്ട്സ് വിക്ടിം ആയിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം അവർ അങ്ങനെ ഒരു പാർട്ട്ണർ ഉള്ളതിൻ്റെ പേരിൽ മേ ബി അതുകൊണ്ടായിരിക്കും ഭയങ്കര സ്ട്രോങ് ആയിട്ട് ജീവിച്ചു പോകുന്നത്. നമ്മളൊക്കെ ഒരു ചായാനൊരു തോള് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും ഒരു നേരത്തേക്ക് ഒന്ന് ആഗ്രഹിക്കുന്നത്. അതൊന്ന് ഫ്ലക്ച്വേറ്റഡ് ആവുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് വരും ആൻസൈറ്റി. പിന്നെ നമ്മളിങ്ങനെ മുറുകെ പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാലും ദൈവമേ ആ പിടിക്കുന്ന പിടുത്തം വിടുമോ എന്നുള്ള പേടി ഉണ്ടാവും. പക്ഷെ അതില്ലാതെ ഇരിക്കുക, മനസ്സമാധാനത്തോട് കൂടിയിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. മനസ്സമാധാനമാണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. മനസ്സമാധാനമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രയോറിറ്റി നൽകേണ്ട കാര്യം. നമുക്ക് സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. അപ്പം നമുക്ക് പണം ഉണ്ടാക്കാനുള്ള വഴിയൊക്കെ നമ്മൾ കണ്ടെത്തി അതിലേക്ക് ചെല്ലാൻ പറ്റും. പക്ഷെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റണം, അതിനുള്ള വേ ഉണ്ട്. പക്ഷെ സമാധാനം ഇല്ലാണ്ട് ഇവിടെ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ തീർന്നു. ആയിരിക്കുന്ന എല്ലാ മനുഷ്യൻ്റെയും ഫസ്റ്റ് പ്രയോറിറ്റി. താങ്കളെ പോലെ ഒരു പഠിച്ച എഡ്യൂക്കേറ്റഡ്, ഇത്രയും വെൽ എഡ്യൂക്കേറ്റഡ് ഒരു വ്യക്തിക്ക് താങ്കളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ പോലെ സിവിൽ സർവീസ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് ഒക്കെ ആയിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് അതിലൊരു കാര്യത്തിൽ എനിക്ക് പ്രൗഡ് ഉണ്ട്. ഞാൻ കുറേ കുട്ടികളെ ഈ കോളേജിലൊക്കെ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ട്. ഞാൻ പഠിച്ചിറങ്ങി കഴിഞ്ഞതിന് ശേഷം, ഞാൻ ജോലി കിട്ടിയതിന് ശേഷം ഒരുപാട് പേരെ, ഇപ്പം മഹാരാജാസിൽ അനീറ്റ ബിനോയ് എന്ന് പറഞ്ഞിട്ട് മോളെ ചേർത്തിട്ടുണ്ടായിരുന്നു കൊറോണ സമയത്ത്. അപ്പം ആ കുട്ടി അവിടുന്ന് ഡിഗ്രിയും PGയും ഒക്കെ റാങ്കോട് കൂടി പാസ്സായി. ജീവിതം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ മിഖേയ എന്ന് പറഞ്ഞിട്ടൊരു മോളുണ്ട്. അവള് ആൽബർട്ട്സ് കോളേജിലെ ഫസ്റ്റ് റാങ്ക് സ്റ്റുഡൻ്റ് ആണ്. റാങ്കോട് കൂടിയിട്ട് തന്നെ BSc അക്വാകൾച്ചർ ഫിഷറീസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ നിങ്ങളുടെ നാട്ടുകാർ ചേർത്തലക്കാരാണ്. അപ്പോൾ ഈ കുട്ടി ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്, അതാണ് ഞാൻ നിമിത്തങ്ങൾ പറയുന്നത്. ഈ കുട്ടി ഭയങ്കര ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഈ കുട്ടിയുടെ അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചുപോയപ്പോൾ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്ത സമയത്ത് വീട്ടിലും നാട്ടിലൊക്കെ പ്രശ്നമായപ്പം ഈ കുട്ടി നാട് വിട്ട് 15-16 വയസ്സുള്ള സമയത്ത് 10th കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറി മിഖേയ. അങ്ങനെ വണ്ടി കയറി അവിടെ പെഗ്ഗിങ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ. ആ സമയത്ത് എനിക്കൊരു കോൺഫ്ലിക്റ്റ് വന്നിട്ട് ആ ബാംഗ്ലൂരിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ കുട്ടി എനിക്ക് സിഗ്നലിൽ വന്നപ്പം ഈ കുട്ടി അന്ന് ബെഗ് ചെയ്ത കാശ് മൊത്തം എനിക്ക് തന്നിട്ട് പറഞ്ഞു, മമ്മി രക്ഷപ്പെട്ടോ, എവിടെയാച്ചു പോയി രക്ഷപ്പെട്ടോ എന്ന്. അപ്പം അന്ന് എൻ്റെ മനസ്സിലുണ്ട് ഈ കുട്ടിനെ ഇവിടെ നിന്ന് കരകയറ്റണം. സോ വൺസ് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, എൻ്റെ പഠിത്തം കഴിഞ്ഞു, ഇവിടെ റിസർവേഷൻ കൊണ്ടുവരുന്നു, നമ്മൾ സ്കോളർഷിപ്പിന് വേണ്ടി റിട്ടേൺ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, അത് കൊണ്ടുവരുന്നു, എല്ലാം ഷെൽട്ടർ ഹോം കൊണ്ടുവരുന്നു. ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം ആ കുട്ടീനെ ബാംഗ്ലൂരത്തെ ആ കൾച്ചറിൽ നിന്നും, അപ്പോൾ ഇതിനുള്ള സർജറി കഴിഞ്ഞിട്ടുണ്ട്, ഇവിടെ കൊണ്ടുവന്ന് കോളേജിൽ പഠിപ്പിക്കുന്നു, വിടുന്നു. ഇപ്പോൾ ചേർക്കാൻ പോകുന്നു. ചേർത്ത് ആ കുട്ടി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പം ബാംഗ്ലൂര് ഞാൻ പറഞ്ഞ പോലെ അതേ ഒരു കോർപ്പറേറ്റിൽ, അവൾ ബെഗ് ചെയ്ത് നിന്ന സ്പേസിലുണ്ടായിരുന്ന അതേ ഒരു കോർപ്പറേറ്റിൽ ഒരു
നല്ല പ്രൊഫൈലിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ആ കുട്ടീനെ അങ്ങനെ രക്ഷപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് കൊണ്ടുവന്നു, ഇവിടെ കോളേജിൽ വിട്ടു, അവിടെ പഠിപ്പിച്ചു. വീണ്ടും തിരിച്ച് ബാംഗ്ലൂരിലേക്ക് അവൾ പോകുന്നത് കോർപ്പറേറ്റ് കമ്പനിയിൽ HR ആയിട്ടാണ്. ഇപ്പം HR ആയിട്ട് വർക്ക് ചെയ്യാണ് ഒരു കമ്പനിയിൽ. ലീഗലി കല്യാണം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ റെഡ് സിഗ്നൽ കൂടെ ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വളരെ നോർമലായിട്ട് എന്താ പറയുക, സോ കോൾഡ് നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്നു. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പള്ളി പെരുന്നാളിന് വേണ്ടി വന്നതാണ്. സിന്ദൂരം ഇട്ടിട്ടുണ്ട്, ഹസ്ബൻഡിനോടൊപ്പം നിൽക്കുന്നു. ജോലിക്ക് രണ്ടുപേരും ജോലിക്ക് കോർപ്പറേറ്റിൽ തന്നെ വർക്ക് ചെയ്യുന്നു. ആളെന്തോ എഞ്ചിനീയറാണ് തോന്നുന്നു. രണ്ടുപേരും തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകാൻ നിൽക്കുന്നു. സോ ഹാപ്പി ഫോർ ദാറ്റ്. ഒന്നും ആവില്ല എന്ന് വിചാരിച്ച ഒരു 15-കാരീനെ സംഭവ എനിക്ക് എന്തെങ്കിലുമൊക്കെ അവളുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ട്രാൻസ് ആയിട്ടുള്ള ആൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക കോഴ്സ് എന്നുള്ളത്. അത് ഭയങ്കര പ്രശ്നമാണ്. ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നതും ചേർത്ത് നിർത്തുന്നതും പരിഗണിക്കുന്നതൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ആ വീട്ടിൽ നിന്നുള്ള അപകടന, നാട്ടിൽ നിന്നുള്ള അപകടന, സമൂഹത്തിലുള്ള പ്രശ്നം, അതിനിടയ്ക്ക് സ്വന്തം കാര്യങ്ങൾ നോക്കണം, ട്രീറ്റ്മെൻറ്റ് നോക്കണത് എളുപ്പമുള്ള പരിപാടിയല്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ജീവിതമായിരിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു സിസ്സായിട്ടുള്ള ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പോലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു പാത്തായിരിക്കില്ല. ഭയങ്കര കല്ലും മുള്ളും നിറഞ്ഞ വഴി, അതിലുപരി ചുറ്റും നിന്ന് കല്ലും മുള്ളും എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഇതിലൂടെ നമ്മൾ ഇതൊക്കെ തരണം ചെയ്ത് പോകണം. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ഒരാൾ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ആയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അച്ചീവ്മെൻറ്റാണ്. ആ അച്ചീവ്മെൻറ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അതിനെ അപ്പം ഭയങ്കരമായിട്ട് നിങ്ങളതിനെ സെലിബ്രേറ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അവർ മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാരുടെ ആ ഒരു എഫേർട്ടിനെ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വരട്ടെ, ഇപ്പം ഈ പറഞ്ഞ പോലെ സിവിൽ സർവീസിലും അതുപോലെ തന്നെ പോലീസിലും പൊളിറ്റിക്സിലും ഒക്കെ വരണം. ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ റെപ്രസെൻറ്റേഷൻ വേണം. ആ റെപ്രസെൻറ്റേഷൻ വരണമെങ്കിൽ കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിരിക്കണം. എംബ്രേസ് ചെയ്യണം. ഈ സൊസൈറ്റി കുറച്ചും കൂടെ അവരെ ചേർത്ത് നിർത്താൻ. കേരളത്തിൽ കുറച്ചുകൂടെ, കേരളമാണോ കുറച്ചുകൂടെ ഇവരെ അകറ്റി നിർത്തുന്നത് അതോ നോർത്ത്? എല്ലായിടത്തും ഉണ്ട്. ട്രാൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് എല്ലായിടത്തും ഒരു അവജ്ഞയോട് കൂടിയിട്ടുള്ള ഇങ്ങനെ ഒരു നോട്ടം എപ്പോഴും ഉണ്ടാവും. അതുണ്ടാവും. അല്ലെങ്കിൽ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള നോട്ടം, അല്ലെങ്കിൽ പിന്നെ അവരുടെ ഡൗട്ട്സ് നോർമലൈസ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ആൾക്കാർക്ക് ഭയങ്കര ഒരു 50 പേരുള്ള ഒരു ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ 50 പേരുള്ള ഒരു സദസ്സിലേക്ക് ഒരു ട്രാൻസ് പേഴ്സൺ ചെന്ന് കഴിഞ്ഞാൽ അതിൽ 50 പേരും അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം അങ്ങനെ നടക്കാത്തിടത്തോളം കാലം ഈ വേൾഡിൽ എപ്പോഴും ഒപ്രഷൻ നേരിടുന്ന, ഡിസ്ക്രിമിനേഷൻ നേരിടുന്ന, സപ്രസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി തന്നെയാണ് എസ്പെഷ്യലി ട്രാൻസ് ആയിട്ടുള്ളതിൽ ഉള്ള ആൾക്കാർ. ഇതിൽ ട്രാൻസ്മാൻ ആയിട്ടുള്ള മനുഷ്യന്മാരുടെ അവസ്ഥ പറയുകയാണെങ്കിൽ ഭയങ്കര പരിതാപകരമാണ്. അവർ സഫർ ചെയ്യുന്ന ചെറുതൊന്നുമല്ല. പക്ഷേ അവരെ ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സ് ഇപ്പോഴും സൊസൈറ്റിക്ക് വന്നിട്ടില്ല എന്നുള്ളത് ഭയങ്കര ഖേദകരമായിട്ടുള്ള കാര്യമാണ്. അപ്പം പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാനാണെങ്കിൽ, നമ്മുടെ ഇപ്പോൾ എനിക്കൊന്ന് ശ്രുതി സിത്താര പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ശ്രുതി സിത്താരയുടെ ശ്രുതി പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അതായത് അവരുടെ വീട്ടിൽ അച്ഛൻ അക്സെപ്റ്റ് ചെയ്തു ഞാനായിട്ട്. അതുകൊണ്ടാണ് അവർക്ക് ഈ വിവരങ്ങളിലേക്ക് കിടക്കാൻ സാധിച്ചത്. സോ പല വീടുകളിലും ഇന്നും ഇപ്പോൾ നിങ്ങൾ ഇത്രയും ട്രാൻസ് കമ്മ്യൂണിറ്റി ആൾക്കാർ, കേരളത്തിൽ ഇത്രയും ആൾക്കാർ, അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നു. പക്ഷെ ഇന്നും പകുതിയിലധികം കുട്ടികളും വീടിനുള്ളിൽ തൻ്റെ സത്വത്തെ സപ്രസ് ചെയ്ത്, അല്ലെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞാൽ ഒന്നെങ്കിൽ അവർ ആത്മഹത്യ ഭീഷണി മുഴക്കും, ഇത് വീട്ടിൽ പറഞ്ഞ് ഞങ്ങൾ മരിക്കും, ഇല്ലെങ്കിൽ ഇവർ വീട് വിട്ട് പുറത്തിറങ്ങി പോകുന്ന അവസ്ഥ. വീട് വിട്ട് പുറത്തിറങ്ങി പോകുന്നതുകൊണ്ടാണല്ലോ ബാംഗ്ലൂർക്കും കോയമ്പത്തൂർക്കും പോയി ബെഗ് ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി. മറിച്ച് ഇത് സത്യത്തിൽ ഇത് കൊടുക്കേണ്ടത് ഒരു അതായത് നമ്മുടെ എല്ലാ സമൂഹത്തിലും, ഇപ്പോൾ പഞ്ചായത്തിലായാലും കോർപ്പറേറ്റ്സിലായാലും സ്കൂളുകളിലും കോളേജുകളിലായാലും ആദ്യം ഒരു വീട്ടിലൊരു ട്രാൻസോ അല്ലെങ്കിൽ ഒരു ഗെയോ ലെസ്ബിയനൊക്കെ ഉണ്ടാകുന്നത് അവരുടെ കുറ്റമല്ല. ഇത് ഉണ്ടാക്കുന്ന അച്ഛനും അമ്മയും ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും. ജനനം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും കൂടെ അല്ലെങ്കിൽ രണ്ട് ഓപ്പോസിറ്റ് സെക്സ് ചേരുമ്പോഴാണ് ജനനം സംഭവിക്കുന്നത്. ഇത് ഒരിക്കലും ട്രാൻസിന്റെ പ്രശ്നമല്ല. അവർ സ്വന്തമായിട്ട് കുഴി തോണ്ടി പുറത്തു വരുന്നവരല്ലല്ലോ. അപ്പോൾ ഇതിന് ഒരു ക്ലാസ് കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബക്കാർക്കല്ലേ, അതായത് ഈ പാരൻസിനല്ലേ. അവരംഗീകരിച്ചാൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളും തീരുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. തീരേണ്ടതാണ്. അവർക്ക് വിദ്യാഭ്യാസം കിട്ടും, ബേസിക് നീഡ്സ് കിട്ടും, ബെഗ് ചെയ്ത് കാശുണ്ടാക്കണ്ട, നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളും. ഇപ്പോൾ അവർക്ക് എത്ര ബുള്ളിങ് പുറത്തുനിന്ന് കിട്ടിയാലും ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ ഞങ്ങളുടെ അച്ഛനും അമ്മയും ഉണ്ടെന്നുണ്ടാൽ ഒട്ടുമിക്ക ട്രാൻസും ഓക്കെയാണ് അല്ലേ. അവർക്ക് ആ ഒരു ഫീലിംഗ്, ഒരു ഓക്കൗട്ട് ഫീലിംഗ് വരുന്നില്ല. സമൂഹം നിന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടടാ ഇടി, പക്ഷേ വി വിൽ വിത്ത് യു അല്ലെങ്കിൽ വി ഹാവ് യു എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമല്ലേ. അത് സത്യം പറഞ്ഞാൽ അതെല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. എനിക്കൊക്കെ അത് വൈകിയാണ് എൻ്റെ ഫാമിലി അക്സെപ്റ്റൻസ് കിട്ടിയത്. അപ്പം എനിക്ക് JRF കിട്ടേണ്ടി വന്നു എൻ്റെ വീട്ടിലൊരു അക്സെപ്റ്റൻസിലേക്ക് എത്താൻ. അപ്പം അത് എല്ലാവർക്കും നല്ല ഹാപ്പി ഫാമിലി എന്നുള്ളത് ഭയങ്കര
പോസിബിൾ ആയിട്ടുള്ള കാര്യം. ക്ലാസ്സുകൾ കൊടുത്താലും അല്ലെങ്കിൽ അവരെ അങ്ങനൊന്നും സ്നേഹം വേണം ഉള്ളിൽ എന്റെ കുഞ്ഞ് ഇങ്ങനെ വിട്ടു കൊടുക്കരുത് എന്നുള്ള സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും പേരൻസ് കൈവിടില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ പേരൻസിന് അത് എക്സ്പ്രസ് ചെയ്യാനും ആ കുട്ടീനെ കളയാതിരിക്കാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയ നന്ദുപെറ്റ അത്രയും വളർത്തി വലുതാക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞിനെ തൻ്റേതല്ലാത്ത കാരണത്താൽ ഇങ്ങനെ സഫർ ചെയ്യേണ്ടി വരുമ്പോൾ സൊസൈറ്റിക്ക് ഇട്ടുകൊടുത്ത് അവരനുഭവിക്കട്ടെ, അതിൽ ആനന്ദം കണ്ടെത്തുക, അതിലല്ല കാര്യം. മക്കളെ ചേർത്ത് പിടിക്കുന്നിടത്ത കാര്യം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ട്രാൻസ്മാൻ ആണ്, മലപ്പുറത്താണ് വീട്. അപ്പം ഇവൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞിട്ട് ആ നിക്കാഹ് ചെയ്ത ആള് മഹാവൃത്തികെട്ടവനായിരുന്നു. കണ്ടാൽ ഒരുപാട് സ്ത്രീകളുടെ കൂടെ പോകുന്ന, ജോലിക്കൊന്നും പോവാത്ത, ഒരു ടേക്ക് കെയർ ചെയ്യാത്ത, ഒരു ഉത്തരവാദിത്തമില്ലാത്ത, ഒരു വളരെ കച്ചറ പിടിച്ച ചെറുക്കൻ. ഇവൻ്റെ ഈ കള്ളത്തരങ്ങളൊക്കെ അവൾ ഈ കൊച്ചു കൈയോടെ പൊക്കിയിട്ട് ഡിവോഴ്സിലേക്ക് എത്തിയപ്പോൾ ആ ചെറുക്കൻ്റെ വീട്ടുകാർ പറഞ്ഞു നടക്കുന്നത് ഇവൻ്റെ ഈ കുട്ടിയുടെ ഒരു സിബ്ലിങ് ട്രാൻസ്മാൻ ആണ്, അപ്പോൾ ഈ കുട്ടിയും ട്രാൻസ് ആകുമോ എന്നുള്ള പ്രശ്നം കൊണ്ട് ഞങ്ങൾ ഡിവോഴ്സ് ആവുന്നതെന്ന്. എന്ത് ഈസി ആയിട്ടാണ് അവർ പറയുന്നത്. ഈ കുട്ടി എന്ത് പിഴച്ചു, ഈ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ ഈ കുട്ടിയുടെ സിബ്ലിങ് ഒരാൾ ട്രാൻസ് ആയതിൻ്റെ പേരിൽ ഇത്രയധികം തെറ്റ് ചെയ്ത അയാളെ എക്സ് ഹസ്ബൻഡ് വരെ ഡിവോഴ്സിനുള്ള റീസൺ ട്രാൻസ് ആയ ഒരാൾ വീട്ടിലുള്ളതുകൊണ്ടാണ്. ഇത് ഒരു കേസ് മാത്രമാണ്. ഇതുപോലെ ഒത്തിരി സംഭവം നടക്കുന്നത്. കല്യാണാലോചനകൾ വരുമ്പോൾ കൂടെപ്പിറപ്പുകൾ സിബ്ലിങ്സ് ട്രാൻസ് ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ ആ കുട്ടികളും ആ ഫാമിലിയും നേരിടുന്നത്. അപ്പം ഇതിനൊക്കെ ഉള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി മാറുക എന്നുള്ളത് തന്നെയാണ്. സൊസൈറ്റിനെ പേടിച്ചിട്ടാണ് ഈ ഫാമിലി പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ. ശ്രുതിയുടെ ഒക്കെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോഗ്രസീവ് ഫാമിലിയാണ്. അവരൊക്കെ സഖാക്കളാണ്. ദി എൻറ്റയർ ഫാമിലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സഖാക്കൾ. അമ്മയുടെ പേരിലാണ് റോഡിൽ അവിടെ കലിങ്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അത്രയും അറിയപ്പെടുന്ന ഒരു സഖാവായിരുന്നു. അപ്പോൾ അവളുടെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള, എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള, അവർ ഭയങ്കര സ്നേഹിക്കാൻ മനസ്സുള്ള ആൾക്കാരാണ്. ആ നാട്ടുകാരിട്ടോ പനമ്പുകാട്, വൈക്കം പനമ്പുകാട് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. പക്ഷേ അതുപോലെ ആവണം എന്നില്ല ഞാൻ ജനിച്ചു വളർന്ന മലപ്പുറം പോലുള്ള ഓർത്തഡോക്സ് സ്പേസുകളിൽ, നാട്ടുകളിൽ ഉണ്ടാവുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ഓഫ് കോഴ്സ് ഒരു വലിയൊരു, അതായത് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അക്സെപ്റ്റ് ചെയ്യാൻ അത് സൊസൈറ്റിയിലുള്ള, അത് ഭയങ്കര ഒരു ഫാക്ടറാണ്. അതൊക്കെ മാറിയാൽ മാത്രമേ ഇവിടെ എല്ലാവരും ഉണ്ടാവുള്ളൂ. ഈ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അവരവരുടെ അന്തസ്സിനനുസരിച്ചും അവരുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ചും ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ. എന്തായാലും ഒരു വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇത്തരം തിരക്കുകൾക്കിടയിലും ഞങ്ങളോട് വന്ന് ഞങ്ങളുടെ ആ ഒരു ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ ഷോയിൽ പങ്കെടുത്തതിന് ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും ഇനിയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ബിഗ് ബോസിലൊക്കെ പോയി എനിക്ക് ഉറപ്പായിട്ട് ഇന്റർവ്യൂ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പോയി കഴിഞ്ഞാൽ നീ തിരിച്ചു വരുന്നു കാണണം. അപ്പൊ ഇതിന് മാത്രം ഡേഞ്ചറസ് ആണോ സ്പേസ്? വെരി ഡേഞ്ചറസ്. അപ്പം നമുക്ക് സമാധാനമുള്ള സ്ഥലത്തുനിന്ന് കൂടെ കാണാം. കാണാവേ. ആണോ? ഓക്കെ, കാണാം. ഓക്കെ.